ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16ാമത് ദേശീയ റോസ്ഗാർ മേളയിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാധ്യമാകൂ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ കേന്ദ്രമന്ത്രി ദർശനം നടത്തി. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയുടെ സമഗ്ര വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഈ വർഷം ഡിസംബറോടെ കേരളത്തെ ആന്റിബയോട്ടിക് സാക്ഷര സംസ്ഥാനമാക്കി മാറ്റുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് പോളണ്ടിന്റെ ഇഗ ഷാങ്ടെക് യുഎസിന്റെ അമാൻഡ അനിസിമോവയെ നേരിടും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനായി യുവാക്കളെ ശാക്തീകരിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേളയിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്തിടെ മന്ത്രിസഭ അംഗീകരിച്ച എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി പ്രയോജനപ്പെടുത്തി സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് അദ്ദേഹം പറഞ്ഞു. 16ാമത് ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ ഓൺലൈനായി വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യവും ജനശക്തിയുമാണ് ഇന്ന് ഇന്ത്യയുടെ കൈവശമുള്ള രണ്ട് വലിയ ശക്തികളെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തുടനീളം 47 ഇടങ്ങളിലാണ് ഇന്ന് റോസ്ഗാർ മേള സംഘടിപ്പിച്ചത്. ന്യൂഡൽഹിയിൽ നടന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് നിയമന ഉത്തരവുകൾ കൈമാറി. നിയമനം ലഭിക്കുന്ന എല്ലാവർക്കും കർമ്മയോഗി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ 8 ലക്ഷത്തിലധികം പേർ കർമ്മയോഗി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ, മുംബൈ, പൂനെ എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, മുരളീധർ മൊഹോൾ എന്നിവർ പങ്കെടുത്തു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മികച്ച സംഭാവനകൾ നൽകാൻ യുവജനങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് നിയമന ഉത്തരവുകൾ കൈമാറിക്കൊണ്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. हम विश्व की टॉप 5 इकोनॉमीज में आ गए. अगले 2 साल 2.5 साल में हम विश्व की तीसरी सबसे बड़ी अर्थव्यवस्था बनेंगे और उस अर्थव्यवस्था को और मजबूत बनाने का काम ये हमारे सभी युवा साथी जो अब सरकार में अपनी सेवाएं देंगे, ऐसा संदेश आज माननीय प्रधानमंत्री जी ने दिया. കേരളത്തിൽ റോസ്ഗാർ മേളയുടെ ഭാഗമായി പാലക്കാടും തിരുവനന്തപുരത്തും പരിപാടികൾ സംഘടിപ്പിച്ചു. പാലക്കാട് നടന്ന പരിപാടി നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ റെയിൽവേയുടെ ആതിഥേയത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന മേളയുടെ ഉദ്ഘാടനം ഡിവിഷണൽ റെയിൽവേ മാനേജർ മനീഷ് തപ്ലിയാൽ നിർവഹിച്ചു. ഏകദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രത്തിൽ അദ്ദേഹം പ്രധാന വഴിപാടായ പൊന്നിൻ കുടം സമർപ്പിച്ചു. ദർശനത്തോടനുബന്ധിച്ച് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപവും തളിപ്പറമ്പിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരുന്നു. ക്ഷേത്ര ദർശനത്തിന് ശേഷം കേന്ദ്രമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങും. തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ സംഘടിപ്പിച്ച BJP വാർഡുതല നേതൃസംഗമം കേന്ദ്രമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം വികസിത കേരളത്തിലൂടെ സാധ്യമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിൽ KG മാരാർ മന്ദിരമെന്ന് പേരിട്ടിരിക്കുന്ന BJP സംസ്ഥാന ഓഫീസും ശ്രീ ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ മാസം അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ടു. 260 പേരുടെ ജീവനെടുത്ത അപകടത്തിന്റെ 15 പേജുള്ള റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. പറന്നുയർന്ന ഉടൻ വിമാനത്തിലേക്കുള്ള എഞ്ചിനുകളുടെ സ്വിച്ചുകൾ ഓഫായതായി റിപ്പോർട്ടിൽ പറയുന്നു. എന്തിനാണ് ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്നതും താൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മറ്റൊരു പൈലറ്റ് മറുപടി പറയുന്നതായും കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. വിമാനത്തിൽ നിറച്ച ഇന്ധനത്തിന്റെ സാമ്പിൾ പരിശോധിച്ചതായും പ്രശ്നങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. അഹമ്മദാബാദ് എയർ ഇന്ത്യ അപകടം സംബന്ധിച്ച് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രാഥമിക കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അന്തിമ റിപ്പോർട്ട് പുറത്തുവിടുന്നതുവരെ ഒരു നിഗമനത്തിലും എത്തരുതെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. 15 പേജുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്തുന്നത് ഉചിതമല്ലെന്ന് വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹോളും പ്രതികരിച്ചു.
ഛത്തീസ്ഗഡിലെ സുഖ്മ ജില്ലയിൽ 23 മാവോയിസ്റ്റുകൾ പോലീസിന് മുന്നിൽ കീഴടങ്ങി. ഇവർക്ക് പുനരധിവാസത്തിനായി 50,000 രൂപയുടെ ചെക്ക് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ലഭ്യമാക്കി. തലയ്ക്ക് 1,18,00,000 രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നവരാണ് കീഴടങ്ങിയ മാവോയിസ്റ്റുകൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രഭാഷണ പരമ്പരയെ അടിസ്ഥാനമാക്കി മേര യുവ ഭാരതിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൻ കി ബാത്ത് ടാലന്റ് ഹണ്ട് സീസൺ 5ന്റെ ഫൈനൽ മത്സരം നാളെ നടക്കും. തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പരിപാടി കേന്ദ്ര യുവജനകാര്യ വകുപ്പ് സഹമന്ത്രി രക്ഷാ നിഖിൽ ഖഡ്സെ ഉദ്ഘാടനം ചെയ്യും. മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അധ്യക്ഷത വഹിക്കും. ഈ വർഷം ഡിസംബറോടെ കേരളത്തെ ആന്റിബയോട്ടിക് സാക്ഷര സംസ്ഥാനമാക്കി മാറ്റുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെതിരെ കേരളം നടത്തുന്ന പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ ലേഖനം ആദ്യമായി ആഗോള പ്രശസ്തമായ അമേരിക്കൻ ജേണലിൽ പ്രസിദ്ധീകരിച്ചതായി മന്ത്രി അറിയിച്ചു. ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ 20 മുതൽ 30% വരെ കുറവുണ്ടായതായും മന്ത്രി പറഞ്ഞു. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് സെൻസർ ബോർഡിന്റെ പ്രദർശനാനുമതി. ചിത്രത്തിന്റെ റീ എഡിറ്റ് ചെയ്ത പതിപ്പിനാണ് അനുമതി നൽകിയത്. പേരിനെ ചൊല്ലി വിവാദമായ JSK സിനിമയുടെ സബ് ടൈറ്റിലിൽ ജാനകി എന്ന പേരിനൊപ്പം വി എന്നുകൂടി ചേർത്താൽ പ്രദർശനാനുമതി നൽകാമെന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. ഇത് നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ സമ്മതിക്കുകയായിരുന്നു. മേഘാലയയിൽ 1087 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നിർവഹിച്ചു. വടക്ക് കിഴക്കൻ മേഖലയുടെ സമഗ്ര വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കി. We look at Northeast as not just the Northeast as a region, but it stands for empower, act, strengthen and transform. And that is why there's so much of attention given to the Northeast. As Ashtalakshmi, there's a lot of importance. 91 projects worth 1,239 crores have been completed and 35 projects worth over 1,000 crores are ongoing just in Meghalaya. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ പോളണ്ടിന്റെ ഇഗ ഷാങ്ടെക് US-ന്റെ അമാൻഡ അനിസിമോവെ ഇന്ന് നേരിടും. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. പുരുഷ സിംഗിൾസിൽ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ മുൻ ചാമ്പ്യനായ നോവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന ഫൈനലിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസാണ് സിന്നറിന്റെ എതിരാളി. ലോർഡ്സിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഇന്ത്യയ്ക്ക് വേണ്ടി KL രാഹുൽ സെഞ്ചുറിയും ഋഷഭ് പന്ത് അർദ്ധ സെഞ്ചുറിയും നേടി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 299 റൺസ് എന്ന നിലയിലാണ്. ഇംഗ്ലണ്ടിന്റെ 1-ാം ഇന്നിംഗ്സ് 387 റൺസിന് അവസാനിച്ചിരുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്ന് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. പശ്ചിമ ഹിമാലയൻ മേഖലയിലും അടുത്ത ഒരാഴ്ച ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. യുക്രൈനെതിരെ റഷ്യയുടെ വ്യാപക വ്യോമാക്രമണം. ഈ മാസം നടക്കുന്ന 4ാമത്തെ വലിയ വ്യോമാക്രമണമാണിത്. യുക്രൈൻ നഗരങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടമാണുണ്ടായത്. റൊമേനിയൻ അതിർത്തിയോട് ചേർന്നുള്ള ചെർണിവിറ്റ്സിയിൽ 2 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒട്ടേറെ മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ചിട്ടതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16ാമത് ദേശീയ റോസ്ഗാർ മേളയിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാധ്യമാകൂ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ കേന്ദ്രമന്ത്രി ദർശനം നടത്തി. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയുടെ സമഗ്ര വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഈ വർഷം ഡിസംബറോടെ കേരളത്തെ ആന്റിബയോട്ടിക് സാക്ഷര സംസ്ഥാനമാക്കി മാറ്റുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് പോളണ്ടിന്റെ ഇഗ ഷാങ്ടെക് US-ന്റെ അമാൻഡ അനിസിമോവയെ നേരിടും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.